ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കോഴിക്കോടേക്ക് പോകാനും വേണ്ടി ഇറങ്ങുകയാണ്. ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് കോഴിക്കോട് ബീച്ച് വരെ പോയി വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് മുന്നേ എനിക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോകണ്ടേനു. അങ്ങനെ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ തടിച്ച് വരണേ. അതായത് ഫുഡ് കഴിച്ചിട്ടാണോ അതുമല്ല, എന്നാലോ ഞാൻ മറ്റേ പച്ചവെള്ളം കുടിച്ചാൽ തടി വെക്കുന്ന ബോഡിയാണോ അതുമല്ല, ചുമ്മാ ഇങ്ങനെ തടിച്ച് വരണം. അപ്പോൾ എനിക്ക് ഡോക്ടർ ബ്ലഡ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനേ തന്നു. നേരെ ബ്ലഡൊക്കെ കൊടുത്തോണ്ട് ഞങ്ങൾ നേരെ കോഴിക്കോട് ബീച്ചിൽ കിട്ടും. നമ്മൾ പോകുമ്പോൾ മഴ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര വെയിൽ, ഒരു ഉച്ച ടൈമും കൂടെ ആയിരുന്നു. അല്ലെങ്കിൽ എന്നും ഡെയിലി അവിടെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം എന്നും ഭയങ്കര വെയിലും. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ എത്തുമ്പോഴത്തേനും ആ ഭാഗത്തൊക്കെ കുറച്ച് മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. നമ്മൾ നേരെ അവിടെ എത്തിയിട്ട് അവിടെ ആരും ബീച്ചിലോട്ടൊന്നും ഇറങ്ങിക്കുന്നില്ല. എല്ലാവരും ആ കടകളുണ്ടല്ലോ, ഷോപ്പുകൾ ഇങ്ങനെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള അവിടെ ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. ആരും ബീച്ചിലേക്കൊന്നും ഇറങ്ങുന്നുണ്ടാവില്ല, കാരണം ഭയങ്കര വെയിലാണ്. പിന്നെ അവിടുന്ന് കല്ലുമ്മക്കായും ചിക്കനും ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക് നമ്മളൊന്ന് ബീച്ചിൽ ഇറങ്ങി നോക്കണമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ആരും ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടില്ല, കാരണം ഭയങ്കര വെയിലാണ്. അത്രയും ദിവസം അവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ വന്നപ്പം ഭയങ്കര വെയിലായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ബീച്ചിൽ നിന്ന് കയറി, കാരണം ഭയങ്കര വെയിൽ വെച്ചാൽ ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റാത്ത പൊള്ളുന്ന തരത്തിലുള്ള വെയിൽ. അപ്പോൾ പിന്നെ നമ്മൾ അധികം ബീച്ചിലൊന്നും നിന്നില്ല, നമ്മൾ വേഗം റിട്ടേൺ കയറി. എന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് വീട്ടിൽ തന്നെ തിരിച്ചു. കാരണം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, ഭയങ്കര വെയിലാണ്, പൊള്ളുന്ന തരത്തിലുള്ള വെയിലാണ്. നമ്മളാണെങ്കിൽ ബൈക്കാണ് എടുത്തത്. ഒരു തരത്തിലുള്ള മഴ തണലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വേഗം റിട്ടേൺ പോന്നു. അങ്ങനെ പിന്നെ നമ്മൾ വരണ വഴിക്ക് നല്ല നാരങ്ങ സോഡ, നല്ല തണുത്ത നാരങ്ങ സോഡ കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2 നാരങ്ങ സോഡ ഒക്കെ കുടിച്ചു. അവിടുന്ന് നേരിട്ട് നമ്മൾ ലാബൊക്കെയായിരുന്നു പോയിരുന്നത്, കാരണം അവിടെ നമ്മൾ ബ്ലഡ് കൊടുത്തിട്ടൊക്കെ ആയിരുന്നല്ലോ. ഇനി അതിൻ്റെ റിസൾട്ട് മേടിച്ചിട്ട് ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവിടുന്ന് നേരെ ലാബിലേക്ക് പോയി. അങ്ങനെ റിസൾട്ടും കൊണ്ട് ഞങ്ങൾ നേരെ എൻ്റെ നാട്ടിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. ഞാൻ കൂടുതലും ആയുർവേദമാണ് കാണിക്കാറ്. ഞാൻ ഇംഗ്ലീഷോ ഹോമിയോ കാര്യങ്ങളൊന്നും അങ്ങനെയൊക്കെ കാണിക്കില്ല, ഇംഗ്ലീഷ് തീരെ കാണിക്കില്ല. ഞാൻ എപ്പോഴും ആയുർവേദ ഹോസ്പിറ്റലാണ് കാണിക്കൽ. അപ്പം എൻ്റെ നാട്ടിലൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ആദ്യം തൈറോയ്ഡ് ചെക്ക് ചെയ്യാനായിരുന്നു തന്നിരുന്നത്. അപ്പോൾ തൈറോയിഡോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബോഡിയിൽ കുറച്ച് നീര് വന്നിട്ടുണ്ട്, അതിൻ്റേതാണ് അങ്ങനെ തടിച്ച് വന്നതെന്ന് പറഞ്ഞു. തടിച്ചതും വെയിറ്റ് കൂടിയതൊക്കെ നീരിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനുള്ള മരുന്നും തന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതും മേടിച്ച് ഇവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വീട്ടൊക്കെ പോയി. ഇതിൻ്റെ LP സ്കൂളാണ്, ഞാനിവിടെ ആയിരുന്നു LP ഒക്കെ പഠിച്ചിരുന്നത്, എൻ്റെ സ്കൂളാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെ വീട്ടിലിറക്കിയാണ്ട് കാക്കു പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വ്ളോഗായിട്ട് കാണും വരെ. ടാറ്റാ, ബൈ ബൈ.